സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ സ്ട്രെസ്സ് നമ്മുടെ ശത്രുവല്ല, അധ്യാപകനായിരിക്കും. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 56-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യനായി ജീവിക്കുന്നിടത്തോളം കാലം സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ അസൈൻമെൻറ്റ്സിനെ കുറിച്ചൊക്കെ വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. ജോലി ചെയ്യുന്ന വ്യക്തികൾ, പിയൂൺ മുതൽ കർഷകൻ മുതൽ അങ്ങ് മേലേത്തട്ടിൽ വരെയുള്ള വ്യക്തികൾക്ക് ഏവർക്കും ഈ മാനസിക സമ്മർദ്ദം അവരുടേതായ രീതികളിൽ, സാഹചര്യങ്ങളിലൂടെ ലഭിക്കാറുണ്ട്. സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. ഈ സ്ട്രെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, അതിലാണ് വിജയം അടങ്ങിയിരിക്കുന്നത്. നെഗറ്റീവായ മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. അത് നമ്മെ വിഷാദ രോഗത്തിലേക്കായിരിക്കാം കൂടുതൽ നയിക്കുക. എന്നാൽ പോസിറ്റീവായ മാനസിക സമ്മർദ്ദങ്ങൾ, അതിനെ പോസിറ്റീവായ രീതിയിൽ എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനായി, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായി നമുക്ക് സാധിക്കും എന്നുള്ളതും ഉറപ്പാണ്. ഈ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ, സംഘർഷത്തിലൂടെ കടന്നുപോയ വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിയാം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, സഹോദരൻ നഷ്ടപ്പെട്ടു, പിന്നെ ചെറുപ്പത്തിലെ കരിങ്കൽ കോറികളിലൊക്കെ പണിയെടുക്കേണ്ടി വന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളിലൂടെയൊക്കെ പോയപ്പോൾ അതിൻ്റെ യാതനകളെല്ലാം സഹിക്കേണ്ടി വന്നു. അങ്ങനെ വൈദികനാകുന്നു, മാർപ്പാപ്പയാകുന്നു. മാർപ്പാപ്പ ആയതിനു ശേഷവും വലിയ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കടന്നു പോവുകയുണ്ടായി. 1981 അലി അഗെ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് നിറയൊഴിച്ചപ്പോൾ മാർപ്പാപ്പയുടെ ജീവിതം ഒരു വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. വെടിയുണ്ടകൾ ശരീരത്തിലേക്ക് കയറിയപ്പോൾ അത് സമ്മാനിച്ച വേദനകളും നൊമ്പരങ്ങളുമെല്ലാം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിച്ചപ്പോഴൊക്കെ ഒരുപാട് മാനസിക വ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട്, അത് ദൈവതൃക്കരങ്ങളിൽ നിന്ന് നൽകിയ സമ്മാനമാണെന്ന് കരുതിക്കൊണ്ട് അതിജീവിച്ച ഒരു മാർപ്പാപ്പ. ഇനി അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കനെ കുറിച്ചും നമുക്കറിയാം. ഏകദേശം 6 തവണ ഇലക്ഷനിൽ പരാജയപ്പെട്ടു, ബിസിനസ്സിലും പരാജയപ്പെട്ടു. വലിയ വിഷാദാത്മകമായ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. എന്നാൽ ഇതിനെയൊക്കെ അദ്ദേഹം പോസിറ്റീവായ ചിന്ത കൊണ്ട് നേടിയെടുത്തു. ആ പരാജയത്തെയൊക്കെ വിജയത്തിലേക്ക് എത്തിക്കുവാനായി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇന്നിൻ്റെ യുഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുന്ന സ്ട്രെസ് ഉണ്ട്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാരണങ്ങളാൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ചില വ്യക്തികളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്, അശോ, ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഈ ജോലിക്കൊക്കെ ഒരു സമയമുണ്ട്, പക്ഷേ ചിലപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത് കൈമാറി വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 2-3 മണിക്കൂർ വരെയൊക്കെ ലേറ്റ് ആകാറുണ്ട്. ഇനി ഞങ്ങളുടെ ജോലി അനുസരിച്ച് തന്നെ വലിയ സമ്മർദ്ദമുണ്ട്. ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യങ്ങൾ, അവയൊക്കെ കൃത്യമായിരിക്കുമോ,
അവയൊക്കെ മറ്റുള്ളവർ ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടോ തുടങ്ങിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരും ധാരാളമാണ്. സമ്പത്തുണ്ട്, ഓക്കെ, സമ്പത്ത് വേണം. പക്ഷേ സമ്പത്ത് ഉള്ളത് കൊണ്ട് മാത്രം ഈ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല സഹോദരങ്ങളെ. ഏത് ജീവിതാവസ്ഥയിലും ഒരു മാനസികമായ ഒരു സമനില, ഒരു സന്തുലനാവസ്ഥ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഈ അവസരത്തിൽ കുറച്ച് സമയം വചനം കേൾക്കും. പക്ഷേ ആ വചനം കേൾക്കുന്ന സമയത്ത് പോലും കഴിഞ്ഞ കാലം ഒരു പരാജയമായിരുന്നു, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, ഒരെത്തും പിടുത്തവും കിട്ടുന്നില്ലല്ലോ തുടങ്ങിയ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകാറില്ലേ? സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാനായി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇനി ജോലി മേഖലയിലാണെങ്കിൽ തന്നെ സാമ്പത്തികമായ ഔന്നത്യത്തിനു വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികളൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ജോബ് സാറ്റിസ്ഫാക്ഷൻ, എനിക്കറിയാം ചില വ്യക്തികൾ പറയാറുണ്ട്, അച്ചോ ഞാൻ ഈ ഫീൽഡ് മാറി ഓരോ ഫീൽഡിൽ ജോലി ചെയ്യുവാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായ ഔന്നത്യമുണ്ടാകും. പക്ഷേ ഒരു സംതൃപ്തി, ഒരു സന്തോഷം നൽകുന്നത് ഈ ജോലിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ തുടരുകയാണ് എന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ഫാക്ടർ ഇതിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രൈവറ്റ് സെക്ടറിൽ കമ്പനീസൊക്കെ നമുക്ക് ഒരു ടാർഗറ്റ് തരും. ഈ ടാർഗറ്റ് ഫിനിഷ് ചെയ്യണം എൻഡ് ഓഫ് ദ മന്ത് ആകുമ്പോഴത്തേക്കും. അങ്ങനെ വന്നു കഴിയുമ്പം വലിയ വേദനയാ, ദുഃഖമാണ്. ഞാൻ ഓർക്കുക, ഞാനൊരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു പട്ടം കിട്ടിയ ആദ്യ വർഷങ്ങളിലൊക്കെ. മാസം അവസാനം ആകുമ്പോഴത്തേക്ക് എനിക്ക് വലിയ സ്ട്രെസ്സായിരുന്നു. കാരണം സ്റ്റാഫിന് സാലറി കൊടുക്കണം, അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നെടുത്ത ലോണുണ്ട്, കൂടെയുള്ള വൈദികരോടൊക്കെ അത് പങ്കുവയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഏൽപ്പിച്ച കാര്യം മറ്റുള്ളവരെയൊക്കെ അധികം വേദനിപ്പിക്കാതെ തന്നെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ വലുത്. അങ്ങനെ ഞാൻ ശ്രമിക്കാറുണ്ട്. ആദ്യ മാസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പക്ഷെ എന്നാൽ പതുക്കെ പതുക്കെ ഒരു ഉത്തരവും കിട്ടാത്ത അവസ്ഥയിൽ പ്രതീക്ഷകളൊക്കെ മങ്ങിപ്പോകുന്ന നിമിഷങ്ങളിലൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ആ വേദന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ വലിയൊരു ആശ്വാസം കിട്ടുമായിരുന്നു. ഈ ആശ്വാസം ജീവിതത്തിന് വലിയൊരു ശക്തിയാണ് ലഭിക്കുക. പിന്നെ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഒരേ ആംഗിളിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുവാനായിട്ട് ശ്രമിക്കും ചിലപ്പോഴൊക്കെ. അവിടെയാ പരാജയം. എന്നാൽ വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളൊരു വിജയം ഉറപ്പാണ്. ചിലപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കും. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി ഇത് ദൈവം തന്നതാണ് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുഷ്പം പോലെ ഇതിനെയൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജോലി മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം, നമ്മുടെയൊക്കെ സഹപ്രവർത്തകരുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഒരു ടീം വർക്ക്, അത് ഭയങ്കര ബ്യൂട്ടിയാണ്, മനോഹരമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ടീം വർക്ക് സാധിക്കാതെ വന്നു കഴിയുമ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റാഫ് അവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല, പഴയ സ്റ്റാഫിനെയൊന്നും ബഹുമാനിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓരോരുത്തരും അവരുടേതായ രീതികളിലൂടെ പോകുമ്പം വലിയ വിഷമമാണ്. അപ്പം അങ്ങനെ ഒരു മാനസികമായൊരു അടുപ്പം നമ്മുടെയൊക്കെ ജോലി മേഖലയിൽ വരികയാണെങ്കിൽ, ഒരു ടീം വർക്ക് സാധ്യമാണെങ്കിൽ നമുക്ക് മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുവാനായി സാധിക്കും. അതോടൊപ്പം തന്നെ ബന്ധങ്ങളിലെ സമ്മർദ്ദം എന്ന് പറയുന്നത് അത് വലിയ ഒരു കാര്യമാണ്. ചിലരെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ചോ എനിക്കെൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച്
വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തികളുണ്ട്. അച്ചോ, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതൊക്കെ ഫുൾഫിൽ ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം ഇവളെ എൻ്റെ ഭാര്യയായിട്ട് ലഭിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എൻ്റെ ഭർത്താവായി ലഭിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പറയുന്ന വ്യക്തികളെയും എനിക്കറിയാം. എന്നാൽ മറുവശത്ത് വലിയ വേദനയോടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ട്. എന്നു മുതൽ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയോ അന്ന് മുതൽ തീരാ ദുഃഖങ്ങളും വേദനകളും മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് പോലെയോ പറയുന്നത് പോലെയോ ഒന്നും ദുഃഖങ്ങളില്ല, പക്ഷേ മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ല, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. ഇത് മാനസിക സംഘർഷങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെയൊക്കെ മക്കളെക്കുറിച്ച് നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും അതൊരു ലക്ഷ്യം ഉണ്ടാവണം. എന്നാൽ മക്കളുടെ അഭിരുചികളും കഴിവുകളും ഒക്കെ കണ്ടെത്തുക എന്നുള്ളത് വലുതാണ്. ഒരുപക്ഷെ എല്ലാ മാതാപിതാക്കളുടെയും മക്കള് ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആയാൽ എങ്ങനെയിരിക്കും? മറ്റ് മേഖലയിലൊന്നും ജോലി ചെയ്യുവാനായിട്ട് ആൾക്കാർ ഉണ്ടാവില്ല. അപ്പോൾ ഒരു സന്തുലനാവസ്ഥ അവിടെ ഉണ്ടാവില്ല. ഇനി ദൈവം അതുകൊണ്ട് ഓരോ മക്കളെയും ഓരോ വ്യക്തിയെയും ഓരോ കഴിവുകൾ കൊടുത്താണ് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. ഇനി ഇവർക്ക് സാമ്പത്തികമായ ഔന്നത്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവർക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവനുസരിച്ച് ആ മക്കളുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ഉയരങ്ങളിലേക്ക് ഉയരും. അവർക്ക് വലിയ ഔന്നത്യങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ഗാദറിങ്ങിൽ പങ്കെടുക്കുവാനായി പോയി. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാർ പല കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. അവരിൽ ഒരാൾ ശാന്തനായിട്ടിരുന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പച്ചകെടാതെ ഓർമ്മയിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ചില കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ബിസിനസ് ചെയ്യാണ്, ഞങ്ങൾ പ്രിൻസിപ്പാളാണ്, ഞങ്ങൾ എൻജിനീയറാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നതൊക്കെ ചില വ്യക്തികൾ പങ്കുവച്ചു. ഒരു കൂട്ടുകാരൻ, അവൻ വളരെ ശാന്തനായിട്ടിരുന്ന് അവന് പതുക്കെ അവൻ്റെ ഊഴം വന്നപ്പം അവൻ പറഞ്ഞു, എനിക്ക് അധികമൊന്നും പഠിക്കാനായിട്ട് പറ്റിയില്ല, പണ്ടത്തെ PDCയും ഗുസ്തിയൊക്കെ എനിക്കുള്ളൂ, പക്ഷേ എനിക്കൊരു പ്രിൻസിപ്പളൊന്നും ആകാനായിട്ട് പറ്റിയില്ല, പക്ഷേ ഞാൻ 4 സ്കൂളുകൾ നടത്തുകയാണ്, അതിൻ്റെ ഡയറക്ടറാണ് എന്ന്. സ്നേഹമുള്ളത് ഇത്രയേ ഉള്ളൂ. ദൈവമാണ് നമുക്ക് കഴിവ് തന്നത്. അവൻ കൂട്ടിച്ചേർത്തു, എൻ്റെ കീഴിൽ ഏകദേശം ഈ 4 സ്കൂളുകളിലായിട്ട് 8500-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനു വേണ്ട സ്റ്റാഫ്, അതിനു വേണ്ട സൗകര്യങ്ങൾ. ഇതാണ് ജീവിതം, ഓരോരുത്തരുടെയും കഴിവ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടറിഞ്ഞ് നമ്മുടെയൊക്കെ മക്കളെ പരിശീലിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളെയൊക്കെ ഒന്ന് മാറ്റുവാനായിട്ട്, മാനസികമായ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണൽ ലവ് ആണ്. നീ ഇക്കാര്യം എനിക്ക് ഫേവറബിളായി ചെയ്തെന്നെങ്കിൽ മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നീ പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ നിന്നെ എനിക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് ആഴങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത, അത് നൽകുന്ന വേദന എത്രമാത്രമാണ്. കാരണം ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിലേക്ക്, ഉപഭോഗ സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഓരോ ജീവിതവും ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കേണ്ടി വരും, പൊരുത്തപ്പെടേണ്ടി വരും. ഇവിടെയൊക്കെയാ മാനസിക സമാധാനം നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുക. ഈ ബന്ധങ്ങളിൽ അമിതമായ പ്രതീക്ഷകളുണ്ട്. അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം തുറന്നു പറയുവാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഘർഷങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ, കേൾക്കാനുള്ള മനസ്സില്ലായ്മ, ആർഗ്യുമെൻറ്റ്സ്, വാദഗതികൾ, ഇവയെല്ലാം വലിയ വേദനയിലേക്ക്, മാനസിക സംഘർഷങ്ങളിലേക്കാണ് നയിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്
ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ എന്ന്. പരസ്പരം ഭാരങ്ങൾ വഹിക്കാം, കാരണം കുറവുകളുണ്ട്, ആ കുറവുകളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെ പരസ്പരം പങ്കുവെച്ച് മുമ്പോട്ട് പോകുമ്പം അവിടെ ഒരു വലിയൊരു സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം ദൈവം നൽകിയ ആ നിയമം കാത്തുപരിപാലിക്കുവാനായി നമുക്ക് സാധിക്കും. സാമ്പത്തികമായ സമ്മർദ്ദങ്ങളുണ്ട്. പ്രത്യേകിച്ച് COVID-19 ശേഷം ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടത് മാത്രമല്ല, ജോലി ചെയ്യുന്ന സമയവും കൂട്ടി. ഏകദേശം 2-3 മണിക്കൂർ വരെ കൂടുതൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു. പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ചില സ്ഥലങ്ങളിലൊക്കെ. നമുക്കറിയാം, വിസയുമായി സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. വലിയ സാമ്പത്തികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. പിന്നെ ലോൺ എടുത്തു, പല കാര്യങ്ങളും ചെയ്തു, വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇവയെല്ലാം വലിയ സാമ്പത്തികമായ സമ്മർദ്ദങ്ങളിലേക്കാണ് നയിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങൾക്ക് ഉള്ള സമ്പത്ത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം, വിവേകത്തോടെ പ്രവർത്തിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. മരുന്ന് കഴിച്ച് മടുത്ത വ്യക്തികളുണ്ട്. അതിൻ്റെ രുചി മൂലം ഭക്ഷണ പദാർത്ഥം പോലും രുചിച്ചിറക്കാനായിട്ട് പറ്റാത്ത എന്നെ കേൾക്കുന്ന സഹോദരങ്ങളുണ്ട്. ഒരു വലിയ സംഘർഷമാണ്. കാരണം ഈ ഒരു രോഗം ഇനി ഇത് മാറില്ലല്ലോ എന്ന ചിന്തകൾ. സ്നേഹമുള്ളവരെ, രോഗം മാറിയില്ലെങ്കിൽ പോലും ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ശാന്തത അനുഭവിക്കാനായിട്ട് പറ്റും. അത് മനസ്സിൻ്റെ പ്രത്യേകതയാണ്, ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഈ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം എന്താ? ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങി, ഞാനിത് മരുന്നെടുക്കുന്നുണ്ട്, എൻ്റെ ആരോഗ്യം കീപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കിതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും, സന്തോഷത്തോടെ കുറച്ചു നാളെ ഉള്ളെങ്കിൽ പോലും ജീവിക്കാനായിട്ട് സാധിക്കും എന്നൊന്ന് മനസ്സിനെ ഒരുക്കി, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ എന്ന വചനം ഉച്ചരിക്കുമ്പോൾ വലിയ രോഗസൗഖ്യമാണ്, മനസ്സിന് സമാധാനമാണ് ലഭിക്കുക. ആ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് കാണുവാൻ സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാമത് അധ്യായത്തിൽ ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ഏലിയ ഏൽപ്പിച്ച ദൗത്യമൊക്കെ ചെയ്തു, അവസാനം ഭയന്ന് ഓടുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി പിന്നിട്ട് ഒരു വാടാ മുൾച്ചെടിയുടെ ചുവട്ടിൽ ചെന്നിരിക്കുക. അതിനുശേഷം അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ മതി എൻ്റെ ജീവിതം, എൻ്റെ പ്രാണനെ എടുത്താലും. അങ്ങനെ വലിയ മാനസിക സംഘർഷത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയ. പ്രിയപ്പെട്ടവരെ, അവനങ്ങനെ തളർന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചുടുകലിൽ ചുട്ട അപ്പവും വെള്ളവും കൊടുത്ത് അവനെ ശക്തിപ്പെടുത്തുന്നു. പിന്നെയും ശക്തിപ്പെടുത്തി അവനെ ഹൊറൂബ് മലയിലേക്ക് അയക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ദൈവം ചോദിക്കുന്നുണ്ട്, ഏലിയ നീ എന്തെടുക്കുക? അവൻ പറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന്. ആദ്യ ഭാഗം എന്ന് ഓർത്തെ, കർത്താവെ മതി, എൻ്റെ പ്രാണനെ എടുത്താലും. ഇനി ആ തളർച്ചയുടെ അവസ്ഥയിലൂടെ അവൻ കടന്നുപോയി, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം ഇടപെട്ടു, പിന്നെ ആ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു സംഭവം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. ഒന്ന്, ഏകാന്തമായൊന്ന് ഇരിക്കുവാനായിട്ട്, നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് ക്രമീകരിക്കാനായിട്ട് നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ്, യോഗയിലും ഒക്കെ ഇതാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കുമ്പം മനസ്സ് ശാന്തമാകും, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ വരും. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ആ മനോധൈര്യം വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാലോ, ഈശോ ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. അതിനുശേഷം ജനക്കൂട്ടം തിക്കി തിരക്കുന്ന സമയത്ത് പോലും മാറി നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചു. വലിയ മലയുടെ മുകളിലേക്ക് പോയി അവിടെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏകാന്തത തേടുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും. ജീവിതത്തിൽ
തിരക്കുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കാരണം തിരക്കില്ലാത്ത ജീവിതങ്ങളില്ല. അവിടെ അല്പസമയമൊന്ന് ഏകാന്തതയിലൊന്ന് ചെലവഴിക്കുവാനായിട്ട്. ഈ ഏകാന്തതയിൽ ചെലവഴിക്കുമ്പം ദൈവം നമുക്ക് നൽകിയ ഒത്തിരി നന്മകളുണ്ട്. സ്നേഹമുള്ളവരെ, അനുഗ്രഹങ്ങളുണ്ട്. അതോർക്കണം. ഞാനും നിങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്, പരാജയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം മനസ്സിൻ്റെ സമ്മർദ്ദം ഏറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, നമ്മിലെ പോസിറ്റീവ് എനർജി ഒന്ന് ചിന്തിച്ച് ഭയങ്കര വ്യത്യാസമാണ്. മനോധൈര്യം വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. നമുക്കറിയാലോ, നല്ല മരങ്ങൾ, ലതാദികൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. പുഴകൾ, നദികൾ, എത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി. പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു യാന്ത്രികമായ ജീവിതങ്ങളിലൂടെ പോവുകയാണ്. ഈ പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പ്രകൃതി ഒന്ന് ആസ്വദിക്കുക. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് സെക്ഷനിലാണ് ഞാൻ താമസിക്കുന്നത്. ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അച്ചോ ഞങ്ങൾ ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന വ്യക്തികളുണ്ട്. അവർ പറയാറുള്ള ഒരു കാര്യമാണ്, അച്ചോ ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ പൂത്തുലിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു തണലുണ്ട്. പിന്നെ ഈ ഒരു പുഴയുണ്ട്, ഈ ചാലക്കുടി പുഴ. അവിടെ ആ പുഴയുടെ അരിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഒരു പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ, ഇത് തന്നെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നു. ചിലർ പറയാറുണ്ട്, അച്ചോ വർഷത്തിൽ ഒന്നെങ്കിലും വരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്, പ്രകൃതിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാനായിട്ട് സാധിക്കണം. ഇനി അങ്ങനെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്നൊരു മനോധൈര്യം വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, മനസ്സിൻ്റെ ധൈര്യം വീണ്ടെടുക്കുവാനുള്ള വലിയ ശക്തി കൊണ്ട്, അഭിഷേകം കൊണ്ട് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.